ചുരിദാർ കട്ടിങ് എത്ര നോക്കിയിട്ട് ശരിയാവുന്നില്ലേ? ആം ഹോളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കട്ടിംഗ് മെത്തേഡാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ അതിനുവേണ്ടി നൈറ്റി മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 3 മീറ്റർ മെറ്റീരിയലാണ്. നൈറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ലെങ്ത്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഫുൾ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അത് വെച്ചിട്ട് നമ്മൾ ഇതിന് കട്ട് ചെയ്ത് തുണി ആദ്യം മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് 3/4 കൈക്ക് കറക്റ്റ് ലെങ്ത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്ലീവിനുള്ളത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് തുടങ്ങാം. ഞാനിവിടെ ഫാബ്രിക് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ ലെങ്ത് അടയാളപ്പെടുത്തുന്നത് 43 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്തിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. 44.5. 1 ഇഞ്ച് അടിഭാഗം മടക്കിയടിക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ മടക്കിയടിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 6.5 ആണ്. താഴേക്ക് ഷോൾഡർ ഡെപ്തും 6.5 ആണ് എടുത്തിരിക്കുന്നത്. അത് എല്ലാ കേസിലും ഒരുപോലെയല്ല. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്നിട്ട് നമുക്ക് ലൈൻ ചെയ്ത് കൊടുക്കാം ഷോൾഡറിൽ നിന്നും ആം ഹോൾ ഡെപ്തിലേക്ക്. ഇനി നമുക്ക് ചെസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്തണം. 9.5 ആണ് എനിക്ക് ചെസ്റ്റ് വരുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് അത് നമ്മൾ നീട്ടി വരച്ചു കൊടുത്തു. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് 14 അടയാളപ്പെടുത്തുന്നത്. അത് എല്ലാവർക്കും ഏകദേശം സെയിം ആയിരിക്കും വരുന്നത്. ഒത്തിരി ഹൈറ്റ് ഇല്ലാത്തവർക്കൊക്കെ സെയിം തന്നെ ആയിരിക്കും. അതിനുശേഷം ആ 14 ഇഞ്ചിൽ നിന്നും നേരെ ഒരു ലൈൻ ചെയ്തു കൊടുത്തു. ഇനി വരുന്നത് വേസ്റ്റ് വിഡ്ത്താണ് വരുന്നത്. അതെനിക്ക് 8.25 വരുന്നത്. 8.25 കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഹിപ്പാണ്. ഹിപ്പ് ലെങ്ത് വരുന്നത് 19 ഞാൻ എടുക്കുന്നത്. 19 എടുക്കാം, 18 എടുക്കാം. ഹൈറ്റിനനുസരിച്ച് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് 21 വരെ എടുക്കാം. ഇനി ഹിപ്പ് വിഡ്ത്ത് 10 എടുക്കുന്നത്. 10 + 1 ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സ്ലിറ്റ് അടിക്കുമ്പോൾ വളരെ വൃത്തികേടായിട്ട് തോന്നും. അതും ഞാൻ നീട്ടി വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോള് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ആം ഹോൾ ഡെപ്ത് എടുത്തല്ലോ 6.5, അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി നമുക്ക് നെക്ക് ഡിസ്റ്റൻസ് അടയാളപ്പെടുത്താം. 3.5 ഇഞ്ചാണ്. ഇനി നമ്മൾ ഷോൾഡർ സ്ലോപ്പ് 1/4 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. അത് ഓരോരുത്തർക്കും വ്യത്യാസമാണ് വരുന്നത്. എനിക്ക് 1/4 ഇഞ്ചാണ് വേണ്ടത്. 1/4 ഇഞ്ച് മുതൽ 1/2 ഇഞ്ച് വരെ വരത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഈ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് തള്ളി നമ്മൾ അടയാളപ്പെടുത്തിയ സെൻറ്റർ പോയിന്റ് ടച്ചായി താഴത്തെ പോയിന്റ് കറക്റ്റ് ചെസ്റ്റ് ലൈനിൽ ഏതെങ്കിലും ഒരു ലൈൻ, തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ള ബാക്കി ഏതെങ്കിലും ഒരു ലൈനിൽ ടച്ച് ആകുന്ന രീതിയിൽ വെച്ചിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമുക്കിത് കറക്റ്റ് ആണെന്നൊന്ന് അളന്ന് നോക്കണം. സ്ലോപ്പിൻ്റെ അവിടെ നിന്ന് ആണ് അളക്കേണ്ടത്. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ അളക്കാൻ. സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് 1/4 ഇഞ്ച് ആവശ്യമാണ്. ഇതാ കറക്റ്റ് നമ്മൾ മെഷർ ചെയ്തെടുക്കുമ്പോൾ 9 ഇഞ്ചാണ് വരുന്നത്. 9 ഇഞ്ച് കറക്റ്റ് എനിക്ക് 9 ഇഞ്ച് തന്നെയാണ് ആം ഹോൾ കർവ് എനിക്ക് വേണ്ടത്. അത് അങ്ങനെയല്ല വേണ്ടാത്തവർക്ക് 8.5 ഇഞ്ചോ 9 ഇഞ്ചോ ഒക്കെ വേണ്ടവർക്ക് ഷോൾഡർ ഇതാണെങ്കിൽ എങ്ങനെ നമുക്കിതിൽ മാറ്റം വരുത്താം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാനത് ആഡ് ചെയ്യാം. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പോയിന്റിൽ നിന്നും കറക്റ്റ് 1/4 ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ വരച്ച ഈ സ്ട്രൈറ്റ് ലൈൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് കറക്റ്റായിട്ട് ആം ഹോൾ വരയ്ക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇന്ന് ഫ്രഞ്ച് കർവ് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കുഴിച്ചങ്ങ് വരച്ചെടുക്കാം. ചെസ്റ്റ് പോയിന്റും സെൻറ്റർ പോയിന്റ് ടച്ച് ചെയ്യുന്ന പോലെ. ഇനി നമുക്ക് ഫ്ലെയർ വിഡ്ത്താണ്. ഫ്ലെയർ വിഡ്ത്ത് 12 ആണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഹിപ്പ് വിഡ്ത്ത് 10 ആയിരുന്നു. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്രയും വേണ്ടാത്തവർക്ക് 1 ഇഞ്ച് കൂട്ടിയെടുത്താലും മതിയാവും. എന്നിട്ട് നമുക്ക് നേരെ ഹിപ്പ് വിഡ്ത്തിൽ നിന്നും ഫ്ലെയർ വിഡ്ത്തിലേക്ക് വരച്ചു കൊടുക്കാം സ്ട്രെയിറ്റ് ലൈനായിട്ട്. ഹിപ്പ് വിഡ്ത്തിലും ഫ്ലെയർ വിഡ്ത്തിലും 1 ഇഞ്ച് മാത്രമേ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കാൻ പാടുള്ളൂ. മുകളിൽ എത്ര കൊടുത്താലും കുഴപ്പമില്ല. താഴെ 1 ഇഞ്ച് മാത്രം കൊടുക്കുക. ഇതാ ഈ പൊസിഷനിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ബോഡി പാർട്ട് കട്ടിങ് കഴിഞ്ഞു. സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.